നമ്മളെങ്കിട്ടാ പോണത്? നമ്മളെങ്കിട്ടാ പോണ്? അച്ഛനെ കൊണ്ടുവരാ. എന്താ പോണ്? എന്താ പോണ് പറ. അച്ഛക്കാക്കൂനെ കൊണ്ടുവരാ. കേറടി. ചെർപ്പളശ്ശേരി പോണേ. കുഞ്ഞാളെ വീട് ഇവിടെ ചെർപ്പളശ്ശേരിയാണ്, പന്നിയാംകുശി അവിടെയാണ്. അപ്പോൾ അവിടുന്ന് കൊണ്ടുവരാൻ വേണ്ടി പോവാ. അപ്പോൾ നമ്മുടെ കാക്കാത്തോട് പാലം പൂട്ടിയിട്ട് ഏതാണ്ട് 1 മാസത്തോളമായി. ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർക്ക് കിടക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ അവൾ പാലത്തിൻ്റെ അപ്പുറം വരെ വരും. അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവാണ്. ഓരോ ഇടങ്ങറുകളല്ലേ, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കൂട്ടോ. അപ്പോൾ ഓക്കെ, കൊണ്ടുവരാം. തിരുവഴിയുടെ തന്നെ സൈൻ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. വലിയ ലോഡ് വണ്ടികളൊന്നും ആ വഴിക്ക് പോകാൻ പാടില്ല എന്നും പറഞ്ഞിട്ട്. എന്തായാലും ചെറിയ വണ്ടികളും ബസ്സുകളൊക്കെ കടത്തി വിടുന്നുണ്ട്. കുറച്ച് ലേറ്റായേ. അവളോട് ഞാൻ പറഞ്ഞാണ് അവൾ ഇറങ്ങുന്നതിൻ്റെ 1 അരമണിക്കൂർ മുന്നേ വിളിക്കണമെന്ന്. അപ്പോൾ അവളെ വന്നിട്ട് വിളിക്കുന്നുണ്ട്, പാലത്തിൻ്റെ അപ്പുറത്ത് എത്തിയെന്നും പറഞ്ഞിട്ട്. അപ്പോൾ ബസ്സുകൾ പോകുന്നത് ഇതാ മാങ്ങോടാണത്. മാങ്ങോട് ഈ വഴി തിരിഞ്ഞ് കോതൂർശി പോകും. പിന്നെതാ ഇവിടുന്ന് അങ്ങോട്ട് പോകണം നമുക്ക്. ഇവിടെയൊക്കെ ബ്ലോക്ക് ചെയ്തിട്ട് കാണാം. ഇവിടെ വരെ ബസ്സുകൾ വന്ന് ഇവിടെ ബസ്സുകൾ നിർത്തിയിടുകയാണ്. പാലത്തിൻ്റെ അപ്പുറം അങ്ങനെ തന്നെയാണ്. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. റോഡ് കൊണ്ട് എടുത്ത് തൂത മുതൽ മുണ്ടൂര് വരെയുള്ള റോഡ് വികസനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പാലം പൊളിച്ചത് കേട്ടോ. മുമ്പത്തെ പാലം വളരെ ചെറിയ പാലമായിരുന്നു, വീതി കുറഞ്ഞതായിരുന്നു. അപ്പൊ അത് മാറ്റിയിട്ട് റോഡിനോടനുബന്ധിച്ചുള്ള പാലം പണിയാൻ വേണ്ടിയിട്ടാണ് അത് പൊളിച്ചത്. ഇത് പൊളിച്ച സമയത്ത് ഇതിന്റെ ഒരു സൈഡിലായിട്ട് ആ തോട്, കാക്കാത്തോട് എന്ന് പറഞ്ഞ ആ തോട് തൂർത്തിട്ട് ഒരു ടെമ്പററി ഒരു പാലം വെച്ചിരുന്നു. അന്ന് ഇതിൽ വെള്ളം കുറവായിരുന്നു, 2 പൈപ്പുകൾ ഇട്ടായിരുന്നു വെള്ളം അപ്പുറത്തേക്ക് കിടക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ കാലം തെറ്റി വന്ന മഴ ഒരു 3-4 ദിവസം അടുപ്പിച്ച് പെയ്തപ്പോഴേക്കും വെള്ളം വന്ന് ആ പാലം അങ്ങ് പൊളിഞ്ഞു. നല്ല കാലത്തിന് നടക്കാനുള്ള സൗകര്യത്തിനെങ്കിലും ആയിട്ടുണ്ട്. പ്ലാനിങ്ങിന്റെ പ്രശ്നം എന്നേ ഞാൻ പറയുള്ളൂ. കാരണം മഴ വന്നത് സാധാരണ മഴ വരുന്ന ദിവസത്തേക്കാൾ 10-20 ദിവസം മുന്നേ മാത്രമാണ്. കറക്റ്റ് സമയത്ത് മഴ വന്നാലും ഈ പാലത്തിന്റെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. എന്തായാലും നമ്മൾ ജനങ്ങൾ ബുദ്ധിമുട്ടാ അല്ലേ. എന്തായാലും പാലത്തിന്റെ പണി കണ്ടിട്ടും പാലത്തിന്റെ പണി ഇതുവരെയുള്ള ഒരു പ്രോഗ്രസ് കണ്ടിട്ട് ഇപ്പൊ അടുത്തൊന്നും അത് ശരിയാവും തോന്നുന്നില്ല. ഏറ്റവും ചുരുങ്ങിയത് ഒരു 2 മാസം എന്തായാലും എടുക്കും. അതുവരെ അവസ്ഥ തന്നെയാണ്. റോഡിന്റെ പാലത്തിന്റെ അപ്പുറം പാലത്തിന്റെ ഇപ്പുറം ഒരു ചെറിയൊരു ജംഗ്ഷനായിട്ട് മാറിയിട്ടുണ്ട്. വണ്ടികളും മോട്ടോകളൊക്കെ നിർത്തിയിട്ട്. ഇനിയിപ്പോൾ ചിലപ്പോൾ ജ്യൂസ് കടയും ഫുഡ് കോർട്ടൊക്കെ തുടങ്ങാൻ സാധ്യതയുണ്ട്. എന്തായാലും കൊള്ളാം അല്ലേ. 2 സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലങ്ങ് പൊളിഞ്ഞു പോയി. ഒരു ടൗണും ഇപ്പം നമുക്കൊക്കെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആവശ്യം വരാൻ അടുത്ത ടൗൺ വരുന്നത് ചെർപ്പളശ്ശേരിയാണ്. അങ്ങോട്ട് പോകാനും വഴിയില്ല. എവിടെ നടക്കുന്നതൊക്കെ പൊളിയല്ലേ. അപ്പോൾ ഓക്കെ, മിസ്റ്റർ യാഷുണ്ട്, കുറേ ചീട്ടൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ബൈ.